ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കംബോഡിയൻ അതിർത്തി പ്രദേശത്ത് അമേരിക്കയുടെ ഒരു കാരാൾ സൈന്യവ്യൂഹത്തെ ഉത്തര വിയറ്റ്നാം സൈന്യം വളഞ്ഞു. ശക്തിയായ മഴ പെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ. ചുറ്റുപാടുകൾ ശബ്ദമുഖരിതമായിരുന്നു. തോക്കുകളിൽ നിന്ന് വെടി പൊട്ടിക്കൊണ്ടിരുന്നു. ശത്രു അടുത്തെത്തിക്കഴിഞ്ഞു. പടയാളി പെട്ടെന്ന് വെടിയേറ്റ് ഭൂമിയിൽ പതിച്ചു. അവന്റെ നെഞ്ചിനും കൈക്കും ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടു. എന്നാൽ അവൻ മരിച്ചില്ല. സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് സർവീസിൽ റോബർട്ട് റെയിൻഹോൾഡ് എഴുതിയ ഒരു ലേഖനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: വെടിയുണ്ട പതിച്ചത് ആ പടയാളിയുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ കിടന്ന പുതിയ നിയമത്തിന്മേലായിരുന്നത് കൊണ്ട് വെടിയുടെ ശക്തി കുറഞ്ഞു പോയതും നെഞ്ചിലുണ്ടായ മുറിവ് മരണകാരണമായി തീരാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ചില നാളുകൾ കൂടെ ആ യുവാവ് ജീവിച്ചിരുന്നു. 10 വർഷം കഴിഞ്ഞിട്ടും രക്തക്കറ പുരണ്ടതും മധ്യഭാഗത്ത് വെടിയുണ്ട തുളച്ച് കടന്നുപോയ ദ്വാരമുള്ളതുമായ ആ പുതിയ നിയമം ഒരു നിക്ഷേപം എന്നവണ്ണം ആ ചെറുപ്പക്കാരൻ സൂക്ഷിച്ചു വന്നു. അതാണ് അവന്റെ ജീവനെ രക്ഷിച്ചതെന്ന് അയാൾ വിശ്വസിക്കുന്നു. മനോഹരമായ ഒരു കഥയാണ് ഇതിലുള്ളത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്നാൽ അതിന് വലിയ ഒരു കുറവുണ്ട്. വേദപുസ്തകം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. ആ യുവാവ് തിരുവചനം വായിക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്തതായി വെളിപ്പെടുത്തിയിട്ടില്ല. അവന്റെ ശാരീരികമായ ജീവന് തന്മൂലം താൽക്കാലികമായ രക്ഷ ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരാതന ഇസ്രായേൽക്കാരും ഇതുപോലെ തന്നെ ചില പ്രയോഗങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളെ ഉപയോഗിച്ചിരുന്നു. തിരുവചന ഭാഗങ്ങൾ അവയുടെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് തങ്ങളുടെ ചിന്താഗതികൾക്ക് അനുസരണമായി അവർ വ്യാഖ്യാനിച്ചിരുന്നു. പ്രവാചകന്റെ വാക്കുകൾ കേൾക്കുന്നതിൽ അവർ വളരെ സന്തോഷം ഉള്ളവരായിരുന്നു. എങ്കിലും കർത്താവ് അവരെ കുറിച്ച് പറയുന്നത്, അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവയെ ചെയ്യുന്നില്ല. അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു? വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ മേൽ ദൈവത്തിന്റെ വലിയ ന്യായവിധി ഉണ്ടാകുവാനിടയായി. ദൈവവചനം സൗഭാഗ്യം കൊണ്ടുവരുന്നതിനുള്ള രക്ഷാ കവചമോ നമ്മുടെ മനസ്സിന്റെ ആകുല ചിന്തയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും താൽക്കാലികമായി വിടുതൽ നൽകുവാനുള്ള ഒരു ഉപാധിയോ അല്ല. അതുമൂലം ലഭിക്കുന്ന സഹായങ്ങൾ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. എന്നേക്കും ഉണ്ടായിരിക്കേണ്ടതിന് പൂർണ്ണമായിട്ട് അനുസരണത്തോടു കൂടെ രക്ഷാനുഭവം ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ വചനം പൂർണ്ണമായി അനുസരിക്കുകയും പൂർണ്ണമായി വചനപ്രകാരം ജീവിതം നയിക്കുകയും ചെയ്യുമ്പോഴാണ് താൽക്കാലികമായിട്ടുള്ളതല്ല, നിത്യമായ രക്ഷയിലേക്ക് വചനം നമ്മെ വഴി നടത്തുന്നത്. താൽക്കാലികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയോ താൽക്കാലികമായ രോഗശമനത്തിനു വേണ്ടിയോ മാത്രമായി ദൈവത്തിലോ വചനത്തിലോ ആശ്രയിക്കരുത്. ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള ആശ്രയം നമ്മുടെ അന്തരാത്മാവിനെ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് കാരണമായി ഭവിക്കണമെങ്കിൽ വചനം കേൾക്കുകയും അത് അനുസരിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യണം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.